അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോകമാകെ അമേരിക്കയെ ഉറ്റുനോക്കുകയാണ്. ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടാതെ അനിശ്ചിത ശക്തിയായിരുന്നു അമേരിക്ക. എന്നാൽ ഇപ്പോൾ നഷ്ടപ്പെട്ട കിരീടം വീണ്ടെടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന ട്രംപിന് തൊടുന്നതെല്ലാം തന്നെ പിഴയ്ക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്താൻ എന്ന പേരിൽ തന്റെ വാക്ക് ധിക്കരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് ഏർപ്പെടുത്തിയ പ്രതികാര തീരുവകളുടെ ഫലമൊക്കെ നാളെ അറിയും എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ഈ വിധി സുപ്രീം കോടതി റദ്ദാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ട്രംപിന്റെ തീരുവ റദ്ദാക്കിയാൽ ട്രംപിന് മാത്രമല്ല അമേരിക്കയ്ക്കും അത് തിരിച്ചടിയാകും. തിരിച്ചടിക്കൊപ്പം തന്നെ അമേരിക്കയ്ക്ക് അത് ആശ്വാസമാകും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്ങനെയാണ് ആശ്വാസമാകുന്നത്? കാരണം വർദ്ധിച്ച തീരുവ കൊണ്ട് പണപ്പെരുപ്പം ഉയർന്ന് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ഇത് ഒരു ആശ്വാസം പകരുമ്പോൾ ഈ വിധി ചൈന, ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്കും സന്തോഷം പകരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേസമയം തീരുവ ഉയർത്തുവാനായി ട്രംപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വ്യർത്ഥമാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ട്രംപിന്റെ അമേരിക്കയെക്കുറിച്ചുള്ള സ്വപ്നവും ലക്ഷ്യവുമൊക്കെ ഇതോടെ തീരും, ഇതോടെ തകരും. മുൻപ് ട്രംപിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക തകർന്നടിയും ഈ തീരുവ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ. അത് തന്നെ സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനാൽ തന്നെ ഈ വിധി അമേരിക്ക എന്നതിനുപരി ട്രംപ് എന്ന പ്രസിഡന്റിന് തന്നെ വലിയൊരു തിരിച്ചടിയാകും എന്നാണ് കരുതപ്പെടുന്നത്. ആഭ്യന്തരമായി പ്രതിസന്ധികൾ നേരിടുന്ന ട്രംപിന് ഈ ഒരു വിധി എന്തായിരിക്കും നൽകുക? ട്രംപിന്റെ താരിഫ് നയങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നാൽ അത് ഇരട്ടി ആത്മവിശ്വാസം ട്രംപിന്റെ അനുയായികൾക്ക് നൽകും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് കരുത്തനാകും ട്രംപ്. കൂടുതൽ കഠിനമായ നടപടികൾക്ക് ട്രംപ് ഒരുപക്ഷെ മുതിർന്നേക്കാം. ഇത് ആണ് ലോകരാജ്യങ്ങളെ അലോസരപ്പെടുത്തുന്ന മറ്റൊരു കാര്യം.